കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് RSSൽ പ്രവർത്തിക്കാൻ അനുമതി. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ RSSൽ പ്രവർത്തിക്കുന്നതിനുള്ള വിലക്ക് നീക്കി. കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് മന്ത്രാലയമാണ് 1966 ഉത്തരവ് റദ്ദാക്കിയത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് RSSൽ പ്രവർത്തിക്കുന്നതിനുണ്ടായിരുന്ന തടസ്സം ഇപ്പോൾ മാറിയിരിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്നുള്ളൊരു തീരുമാനമാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ, നന്ദഗോപൻ? വിനോദ്, 1966 കോൺഗ്രസ് സർക്കാരാണ് ഇത്തരമൊരു ഉത്തരവിറക്കിയത്. അതായത് ജമാഅത്തെ ഇസ്ലാമിക്കും RSSനും ഇത്തരം പരിപാടികളിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർ പങ്കെടുക്കരുത്, ഈ രണ്ട് സംഘടനകളുടെ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് കാട്ടിയാണ് അന്ന് ഉത്തരവിറക്കിയത്. പിന്നീട് 1970-ലും 80-ലും അത് RSS പരിപാടികളുള്ള നിരോധനം, ജീവനക്കാർക്കുള്ള നിരോധനം സംബന്ധിച്ചുള്ള ഉത്തരവുകൾ പരിഷ്കരിച്ചു. അപ്പോഴും ജീവനക്കാർക്കുള്ള വിലക്ക് പിൻവലിച്ചിരുന്നില്ല. പിന്നീട് 58 വർഷങ്ങളും ഈ നീണ്ട 58 വർഷങ്ങൾ ഈ ഉത്തരവ് നിലനിന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഇപ്പോൾ 2024 കഴിഞ്ഞ 9-ാം തീയതി ജൂലൈ 9-ന് കേന്ദ്ര ട്രെയിനിംഗ് ആൻഡ് പേഴ്സണൽ മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുന്നു. ഈ ജീവനക്കാർ, കേന്ദ്ര സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ വിലക്കില്ല എന്ന് കാട്ടിയാണ് ഉത്തരവിറക്കിയത്. നേരത്തെ 66-ലും അതേപോലെ തന്നെ ആ ഉത്തരവ് 70-ലും 80-ലും പരിഷ്കരിച്ച ഉത്തരവുകൾ അത് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് മന്ത്രാലയം ഇറക്കിയിരിക്കുന്നത്. വലിയ വിമർശനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്നു. അതേസമയം RSSന്റെ ഭാഗത്തു നിന്നുമുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾ വന്നത് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ഇറക്കിയ ഉത്തരവാണ് ഇപ്പോൾ പതിറ്റാണ്ടുകൾക്കിപ്പുറം പിൻവലിച്ചിരിക്കുന്നത്. ഈ ഉത്തരവ് അല്ലെങ്കിൽ സർക്കാരിന്റെ ഈ ഒരു തീരുമാനം, മന്ത്രാലയത്തിന്റെ ഒരു തീരുമാനം സ്വാഗതാർഹമാണ് എന്നുള്ളതാണ് RSS ഇപ്പോൾ ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും KC വേണുഗോപാൽ അടക്കം ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. വിനോദ്, വ്യക്തമാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് RSS പരിപാടികൾ പങ്കെടുക്കുന്നതിനുള്ള വിലക്ക് അത് പുതിയ ഉത്തരവിലൂടെ അത് റദ്ദാക്കിയിരിക്കുകയാണ്. 66-ലും 70-80 കാലഘട്ടത്തിലുമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് നിലനിന്നിരുന്നത്. ആ ഉത്തരവാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ.